ഹായ് ഓൾ, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അപ്പോൾ ഫ്രൈഡേയിലെ വീഡിയോ കേട്ടോ. ഇത് ഞാൻ ഇന്നലെ തലേദിവസം കാണിച്ചായിരുന്നു നമുക്ക് കുറച്ച് ബേ ലീഫ്സ് കിട്ടിയ കാര്യം. അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടത് ഉണങ്ങാനായിട്ട് വെച്ചു കേട്ടോ. വീടിൻ്റെ ഔട്ട് സൈഡ് ഇപ്പം നല്ല പൊള്ളുന്ന വെയിലായതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് ഉണങ്ങിക്കോളും. അപ്പം ഇതേ നിങ്ങളെ കാണിച്ചു തരാം ഉണങ്ങാനായിട്ട് ഞങ്ങൾ ബേസിനിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പകലിരുന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ രാവിലെ ആയിട്ട് വന്ന് ചായയെല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം ഇട്ടു. ഇന്നും പിള്ളേർക്ക് സ്കൂളുള്ള ദിവസം കേട്ടോ. അപ്പം അവർക്ക് പെട്ടെന്ന് കഴിയും, ഒരു മണിയോട് കൂടി ഇന്ന് കഴിയും. കാരണം അവരുടെ സ്കൂളിൽ സമ്മർ ഫെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് 1 മണിക്ക് കഴിയും, 1:15 സ്കൂൾ കഴിയും. പിന്നെ വേണ്ടവർക്ക് അവിടെ നിന്ന് പ്രോഗ്രാമിന് പങ്കെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സാമ്പാറും പിന്നെ ക്യാരറ്റും കാബേജും കൂടെ തോരനും പപ്പടം അങ്ങനെയൊക്കെ കൂട്ടിയുള്ളൊരു ഊണാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചോറ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട് കേട്ടോ. തലേദിവസം ഉണ്ടാക്കിയത് കാണിച്ചില്ല. അപ്പോൾ പിന്നെ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം ഉണ്ടാക്കിയെങ്കിലും ആരും ചോറുണ്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചോറുണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടിയുള്ള പിള്ളേരുടെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെല്ലാം അവരുടെ കാര്യമെല്ലാം ഒന്ന് റെഡിയാക്കും. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ പരിപ്പ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ രണ്ടാമത്തെ മോൻ്റെ ഐ ഗ്ലാസ് ആട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഐ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ടിഷ്യൂ മേടിച്ച് വെക്കും. അപ്പോൾ അത് എളുപ്പമുണ്ടല്ലോ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അവർ തന്നെ ചെയ്തോളും. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇത് നമുക്കൊരു പാക്കറ്റിലും പല രീതിയിലുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. ഒരു ബോക്സിൽ 60 പീസുള്ളത് കിട്ടും, 40 പീസുള്ളത് കിട്ടും. അങ്ങനെ ഡിപ്പെൻഡ് അപ്പോൺസ് ഓരോ കടയിലും ഓരോ രീതിയിലാണ് കേട്ടോ. 1 പൗണ്ടൊക്കെ ഉള്ളൂ അതിന് വില. പിന്നെ എനിക്ക് അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ജസ്റ്റ് കഴുകി വെച്ചു. അത് കഴിഞ്ഞ് പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീടിനകത്തിരിക്കുന്ന ചെടിയിലെല്ലാം പുഴു തിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വേഗം തന്നു. പിന്നെ അതിനെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി നിർത്തി. നമ്മുടെ ഔട്ട് സൈഡിലെ ചെടിയെല്ലാം പോയി കേട്ടോ. എല്ലാം വാടിക്കരിഞ്ഞ്, മാത്രമല്ല പുഴു ഒച്ചയൊക്കെ വന്ന് തിന്നു. കെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പൊള്ളുന്ന വെയിലാകൊണ്ട് പുറത്തിറങ്ങാനും മടി. അതിനെല്ലാം ചെയ്യണം. അപ്പോൾ ഇത് അകത്തിരിക്കുന്ന നമ്മുടെ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാനിതേ ഇന്നലെ ഇഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്ക് വേണ്ടി അരി വെള്ളത്തിട്ടായിരുന്നു. നമ്മൾ അരി ഉലുവായും കൂടെ. അപ്പോൾ അത് അരച്ച് വെച്ചിരുന്നത് ഇന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി ഞാൻ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും തന്നെ ശരിയാകാറില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇഡലി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്താണെന്ന്. ഇതിനിടയ്ക്ക് ഞാൻ പാഷൻ ഫ്രൂട്ട് ഇന്നലെ കട്ട് ചെയ്ത് അതിനകത്തെ സീഡ്സ് ഇത് മാത്രം ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു. ഇപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ ചുമ്മാ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിങ്ങനെ മേടിക്കും. ഇടയ്ക്ക് കിട്ടുമ്പോൾ നമ്മളത് മേടിച്ച് യൂസ് ചെയ്യണ്ട. ഏറ്റവും ഇളയ മോന് ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ അത് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അവന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചെങ്കിൽ അവൻ കഴിച്ചില്ല ഇന്നലെ. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ പിന്നെ അതങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇഡലി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. എങ്ങനെ സക്സസ് ആവുമല്ലോ അറിയത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇഡലിയുടെ പാത്രം അപ്പച്ചെമ്പും അതിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, തിളയ്ക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതെല്ലാം തുടച്ചിട്ട് നമ്മൾ ഓയിൽ തടവി ഞാൻ ഓയിൽ സ്പ്രേ ചെയ്യും. എന്നിട്ട് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇഡ്ഡലി മാവ് വെച്ച് നമുക്ക് ഇഡ്ഡലി ആകുമ്പോഴത്തേനും അടുത്ത പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. അപ്പം നിങ്ങൾ പറയണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഓയിലൊക്കെ തടവിയിട്ടാണോ വെക്കുന്നത്? എങ്ങനെയാണ് അത് ഇഡ്ഡലി പാത്രം സ്റ്റീമിൽ ഒന്നുകൂടി ചൂടാകാൻ വെക്കുമോ? ഞാൻ അങ്ങനെയൊക്കെ ചില സമയത്ത് ട്രൈ ചെയ്യും. പക്ഷേ എങ്ങനെ വെച്ചാലും എൻ്റെ ഇഡ്ഡലി ശരിയാകാറില്ലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തമ്മിൽ പേർ തൊമൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഇഡ്ഡലി കുറച്ച് ബെറ്ററായിരുന്നു. പെർഫെക്റ്റ് ആയെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. എങ്കിലും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ 1 തട്ടല്ല 2 തട്ട് ഞാൻ വെച്ചിരുന്നു ഫസ്റ്റത്തെയും. പിന്നെ ഞാൻ ഓർത്ത് 2 തട്ടും കൊണ്ട് വെച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ 2 തട്ടും എടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച് പിന്നെ രാത്രിയിലോട്ട് ഡിന്നർ മസാല ദോശയും ചട്നിയും സാമ്പാർ ഓൾറെഡി വെക്കുന്നുണ്ടല്ലോ, അതാണ് പ്ലാൻ. പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ മുട്ട ഓംലേറ്റും കൊടുക്കാം. ഞങ്ങൾ നോയമ്പായ കൊണ്ട് ഫ്രൈഡേ കൂട്ടത്തില്ല മുട്ടയൊന്നും. അതുകൊണ്ടാട്ടോ മെയിനായിട്ട് ഇങ്ങനെ ഒരു ഐറ്റംസ് ഫ്രൈഡേ ദിവസം ഉണ്ടാക്കുന്നത്.
അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് നോക്കുന്നു. കാരണം മുട്ട ബോയിൽ ചെയ്യുന്നില്ല. കാരണം തലേദിവസം ഒരു ദിവസം മുന്നേ നമ്മൾ മുട്ടക്കറിയൊക്കെ കൂട്ടിയതുകൊണ്ട് അവർക്ക് ബോയിൽ വേണ്ടെന്ന് മൂത്ത മോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ ഈ മാവ് നമ്മളെടുക്കുമ്പോൾ എപ്പോഴും മിക്സ് ചെയ്ത് നട്ടെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഉഴുന്നൊക്കെ അടിയിൽ കിടക്കും. മിക്സ് ആയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് റെഡിയാക്കി. പക്ഷേ ഇഡ്ഡലി നന്നായിട്ട് തന്നെ വന്നെന്ന് പറയാം. പിന്നെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു. ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം വീക്കെൻഡ് ആയപ്പോൾ തന്നെ എല്ലാ ഐറ്റംസും തീർന്നു. പിന്നെ ആകെപ്പാടുള്ള ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമുക്കിതിന് വേണം, ഇതിന് ദോശക്കുള്ള മസാല ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് ക്യാരറ്റും അതും എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റും കാബേജും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു, തോരൻ ഈ പ്രാവശ്യം. അപ്പോൾ അതാകുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പിള്ളേരാരും തന്നെ ചോറുണ്ണത്തില്ല, ആരും ഉണ്ണത്തില്ല, അവർക്ക് ഇഷ്ടമില്ല. പിന്നെ ഉള്ളത് ഞാനും ഹസ്ബൻഡും കഴിക്കുന്നത്. അപ്പോൾ ചേട്ടനും അത് തോരനായിട്ട് നമുക്ക് കൊടുക്കും. എന്തായാലും വിനോദത്തിന് ചോറ് വേണം, മസ്റ്റ്. അപ്പോൾ ചോറുണ്ണുമ്പം നമുക്ക് എന്തായാലും തോരൻ കൊടുക്കണമല്ലോ. തോരനും ഒരു ചാറ് കറി എന്തെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാറുണ്ട്. സാമ്പാറാകുമ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും അതിനും കൂട്ടാം. രാത്രിയിലോട്ട് പോകും, ഉച്ചക്കത്തേനും ആവും. അപ്പോൾ പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് വെക്കണ്ടല്ലോ. പിന്നെ പപ്പടം കൂടെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഊണ് ഉഷാറെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ പണിപ്പുരയിലാണിപ്പം. ഇതൊന്നും പറയുകയോ കാണിക്കുകയോ ചെയ്യണ്ടല്ലോ. ഞാനെല്ലാം കൂടി ഇട്ട് പുളിയും എല്ലാം ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് അടുപ്പിൽ വെക്കുക. ആദ്യം കഷ്ണം വേവിക്കും. കഷ്ണം വേവിക്കുന്ന പോലെ തന്നെ ഇത് ആദ്യം പരിപ്പ് മാത്രം വേവിക്കും. അതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കുക്കറിലടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പം പുളി ഇനി ഞാൻ ഓൾറെഡി വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ജസ്റ്റ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഞാൻ പിഴിഞ്ഞെടുക്കും കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇതേ നോക്കിക്ക്, അത്യാവശ്യം കുഴപ്പമില്ല, ഇച്ചിരി സോഫ്റ്റൊക്കെയാണ്. കാണിക്കാൻ കേട്ടോ, നിങ്ങൾ കാണിച്ചു. പക്ഷേ ടേസ്റ്റും അപാരം തന്നെയാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലി കഴിച്ചെന്നുള്ളൊരു സംതൃപ്തി നമുക്ക് കിട്ടും, അങ്ങനെയാണ്. പക്ഷേ നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഒട്ടും ടേസ്റ്റൊന്നും വരത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ കുറേ വേസ്റ്റ് കളയണമായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ സാമ്പാറിനുള്ളതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിയിലോട്ട് കയറും. നമ്മുടെ കാബേജും ക്യാരറ്റും കൂടെ തോരനുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മിക്സർ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാട്ടോ. ചോപ്പർ അതൊട്ട് കഴിഞ്ഞാൽ പടപടാന്നായി കിട്ടും. ഞാനിപ്പോൾ ചില സമയത്ത് കാബേജ് തന്നെ വെക്കുന്നെങ്കിൽ കയ്യിൽ വെച്ച് അരിഞ്ഞ് നമ്മൾ നീളത്തിലുണ്ടാക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല, കുനുകുനാന്നുള്ള, കാരണം ക്യാരറ്റും കൂടി ഇട്ടുള്ള മിക്സഡ് ആയിട്ടുള്ളതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതി, ചെറുതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചോപ്പർ എടുക്കും. ചോപ്പർ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് പണി കഴിയും. ചോപ്പറിൽ അരിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു നല്ലൊരു ചോപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുന്നത്. പിന്നെ ഇവിടെ ഈ ഒന്നാമത് നല്ല വെയിലായതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പിള്ളേരെടുക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. നല്ല കൊടും വെയിലത്ത് വേണം നമ്മൾ പോയി പിള്ളേരെ എടുത്തുകൊണ്ട് വരാനായിട്ട്. അവിടെ പരിപാടിക്ക് നിൽക്കാം, പക്ഷേ ഞാനതിൽ നിൽക്കാൻ പിള്ളേർക്ക് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, ഒട്ടും താല്പര്യം. അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ മതി എന്നാണ് കേട്ടോ. ഇവിടുത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകത ഇതാണ്, ആർക്കും പുറത്തിറങ്ങി ഔട്ട്സൈഡിൽ പോകണ ഇഷ്ടമില്ല. വീടിനകത്ത് കംഫർട്ട് സോണിൽ TV കാണുക, കളിക്കുക. അവർ 3 പേരുണ്ട് ഗെയിം കളിക്കുക, ഫുട്ബോൾ കളിക്കുക, എല്ലാം വീടിനുള്ളിൽ തന്നെ. പിന്നെ നമ്മളുമായിട്ട് പ്ലേ കാർഡ് കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് പപ്പടം കൂടെ ചുട്ടു. ഇപ്പോൾ ഇന്നത്തെ ഊണ് കുശാൽ, രാത്രി മസാല ദോശയും കാര്യങ്ങളുമാണ്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി പിള്ളേർക്ക് അവർക്ക് ഇത് കഴിക്കുമെന്നൊക്കെ അറിയണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ബർഗറൊക്കെ ഇരിപ്പുണ്ട്, അവർക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല, അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിള്ളേർ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ചോറ് വാരി കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുമായിരിക്കും, അങ്ങനെ ഒരു പ്ലാനുണ്ട്. മൂത്ത മോനും അപ്പൂസിനോടും ചോദിക്കണം അവനെന്താ വേണ്ടതെന്നുള്ളതനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് കേട്ടോ, ഓപ്ഷൻസ് കൊടുത്ത്. അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യും. പിന്നെ ഇഷ്ടമില്ലാത്ത നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഒരു ഫുഡ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ പറ്റുന്ന പോലെ അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.